മഹാനായ അനസ് ഇബ്നു മാലിക് റളിയല്ലാഹു അൻഹു നിവേദനം ചെയ്യുന്ന ഹദീസിൽ കാണാൻ സാധിക്കും. അദ്ദേഹം പറഞ്ഞു, ജാഅ ശൈഖുൻ യുരീദു നബിയ്യ സല്ലല്ലാഹു അലൈഹി വസല്ലം ഫഅബ്തഅൽ ഖൗമു അൻഹു അൻ യുവസ്സിഉ ലഹു. ഒരു പ്രായമുള്ള വ്യക്തി റസൂലുള്ളാഹി സല്ലല്ലാഹു അലൈഹി വസല്ലമയെ ലക്ഷ്യം വെച്ച് അവിടുത്തെ കാണാൻ വേണ്ടി വന്നു. എന്നാൽ സ്വഹാബത്ത് ആ വ്യക്തി വന്നപ്പോൾ വലിയ പരിഗണന കൊടുത്തില്ല. അദ്ദേഹത്തിന് ഇരിക്കാനുള്ള വലിയൊരു പരിഗണനയൊന്നും കൊടുത്തില്ല. ഫഖാല നബിയ്യു സല്ലല്ലാഹു അലൈഹി വസല്ലം, ആ സമയത്ത് റസൂലുള്ളാഹി സല്ലല്ലാഹു അലൈഹി വസല്ലമ പറഞ്ഞു, ലൈസ മിന്നാ മല്ലം യർഹം സഗീറന, നമ്മളിൽപ്പെട്ടവനല്ല, മല്ലം യർഹം സഗീറന, നമ്മുടെ കൂട്ടത്തിലെ ചെറിയവരോട് കാരുണ്യം കാണിക്കാത്തവൻ നമ്മളിൽപ്പെട്ടവനല്ല, വയുവഖിർ കബീറന, നമ്മുടെ കൂട്ടത്തിലെ പ്രായമുള്ളവരെ ആദരിക്കാത്തവരും നമ്മിൽപ്പെട്ടവരല്ല എന്ന് റസൂലുള്ളാഹി സല്ലല്ലാഹു അലൈഹി വസല്ലമ പറഞ്ഞു. മറ്റൊരിക്കൽ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമ പറഞ്ഞു, അമറനി ജിബ്രീലു അൻ ഉകബ്ബിറ, ജിബ്രീൽ അലൈഹിസ്സലാം പ്രായമുള്ളവർക്ക് പരിഗണന നൽകാൻ എന്നോട് കൽപ്പിച്ചിരിക്കുന്നു എന്ന് റസൂലുള്ളാഹി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറഞ്ഞിരിക്കുന്നു. സഹോദരങ്ങളെ, ഏറെ പ്രധാനപ്പെട്ട ഇബാദത്താണല്ലോ നിസ്കാരം. ആ നിസ്കാരം ബാങ്ക് കേൾക്കുന്ന പരിധിയിലാണ് ഉള്ളതെങ്കിൽ പുരുഷനെ സംബന്ധിച്ചിടത്തോളം ജമാഅത്തായി പള്ളിയിൽ വന്ന് നമസ്കരിക്കൽ നിർബന്ധമാണ്. അങ്ങനെ ജമാഅത്തായി നമസ്കരിക്കുമ്പോൾ ഇമാമിനോട് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ നൽകുന്ന കൽപ്പന, ഇദാ സല്ല അഹദുക്കും ലിന്നാസ്, നിങ്ങളിൽ ആരെങ്കിലും ഇമാമായി നമസ്കരിച്ചാൽ ഫൽയുഖഫിഫ്, നിസ്കാരം ലഘുവായി നിസ്കരിക്കട്ടെ. ഫഇന്ന മിൻഹുമുൽ ദഈഫ്, കാരണം പിന്നിൽ മഅ്മൂമിങ്ങളായി വരുന്ന ആളുകൾക്കിടയിൽ ദുർബലരായ ആളുകളുണ്ട്. വസ്സഖീം, രോഗികളായ ആളുകളുണ്ട്. പിന്നെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമ പറഞ്ഞത് വൽ കബീർ, പ്രായമുള്ള ആളുകളുണ്ട്, പ്രായമുള്ള ആളുകളുണ്ട്, അവരെ പരിഗണിക്കണമെന്ന് റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം. എന്നിട്ട് അവിടുന്ന് പറഞ്ഞു, വൈദാ സല്ല അഹദുക്കും ലിനഫ്സി ഫൽയുതവ്വിൽ മാ ശാഅ, ഒറ്റക്ക് നിസ്കരിക്കുകയാണെങ്കിൽ അവൻ എത്രയാണോ ഉദ്ദേശിക്കുന്നത് അതിനനുസരിച്ച് ദീർഘിപ്പിച്ചു കൊള്ളട്ടെ എന്ന് റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമ പറഞ്ഞത് ഇമാം ബുഖാരി അദ്ദേഹത്തിൻ്റെ സ്വഹീഹിൽ രേഖപ്പെടുത്തുന്നത് കാണാൻ സാധിക്കും. അതുപോലെ തന്നെ സഹോദരങ്ങളെ, ബുഖാരിയിൽ തന്നെ കാണാൻ സാധിക്കും, ഒരു സദസ്സിൽ ആദ്യമായി സംസാരിക്കേണ്ടത് ആരാണ്? റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ഒരു സദസ്സിൽ വെച്ച് അവിടുന്ന് പറഞ്ഞു, കബ്ബിർ കബ്ബിർ, പ്രായമുള്ളവർ ആദ്യം സംസാരിക്കട്ടെ, പ്രായമുള്ളവർ ആദ്യം സംസാരിക്കട്ടെ എന്ന് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറഞ്ഞു. ബുഖാരിയിൽ തന്നെ കാണാൻ സാധിക്കും, ഒരിക്കൽ റസൂൽ സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ പറഞ്ഞു, അറാനി അതസവ്വകു ബിസിവാക്കിൻ, ഞാൻ സ്വപ്നത്തിൽ ഞാൻ തന്നെ ഒരു സിവാക്ക് കൊണ്ട് പല്ല് തേക്കുന്നതായി ഞാൻ സ്വപ്നം കണ്ടു. ഫജാഅനി റജുലാനി അഹദുഹുമാ അക്ബറു മിനൽ ആഖർ ഫനാവൽതു സിവാക്കൽ അസ്ഗറ മിൻഹ, അങ്ങനെ എൻ്റെ അടുക്കലേക്ക് രണ്ടാളുകൾ വന്നു. ആ വന്ന ആളിൽ ചെറിയ ആൾക്ക് ഞാൻ ആ സിവാക്ക് കൊടുത്തു. ഫഖീല ലി, ആ സമയത്ത് എന്നോട് പറയപ്പെട്ടു, കബ്ബിർ, വലിയ ആൾക്ക് കൊടുക്കണമെന്ന് പറയപ്പെട്ടു. ഞാൻ അങ്ങനെ അത് വലിയ ആൾക്ക് കൊടുക്കുകയും ചെയ്തു. എന്തെങ്കിലും വിതരണം ചെയ്യുകയാണെങ്കിൽ അത് വലിയവർക്കാണ് തുടങ്ങേണ്ടത് എന്നാണ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ അവിടുത്തെ ഈ വാക്കിലൂടെ നമുക്ക് പഠിപ്പിക്കുന്നത്. അതുപോലെ തന്നെ സഹോദരങ്ങളെ, ഇമാമ് നിൽക്കുന്ന സമയത്ത് എങ്ങനെയാണ് ഇമാമ് നിൽക്കേണ്ടത്, ആരെയാണ് പരിഗണിക്കേണ്ടത്? റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ പറഞ്ഞു, യഉമ്മുൽ ഖൗമ അഖറഉഹും ലികിതാബില്ലാഹ്, ഒരു വിഭാഗത്തിന് ഇമാമ് നിൽക്കേണ്ടത് അള്ളാഹുവിൻ്റെ കിതാബിനെ കുറിച്ച് അറിവുള്ള ആളുകളാണ്. ഫഇൻ കാനത് ഖിറാഅതുഹും സവാഅൻ ഫൽയഉമ്മഹും അഖ്ദമഹും ഹിജ്റതൻ, അങ്ങനെ ഖിറാഅത്തിന്റെ വിഷയത്തിൽ എല്ലാവരും സമമാണെങ്കിൽ ആദ്യമായി ഹിജ്റയുടെ വിഷയത്തിൽ മുൻകടന്ന ആളുകൾ ഇമാമ് നിൽക്കണം. എന്നിട്ട് അവിടുന്ന് പറഞ്ഞു, ഹിജ്റയുടെയും വിഷയത്തിൽ എല്ലാവരും സമമാണെങ്കിൽ അവരുടെ കൂട്ടത്തിൽ ഇമാമ് നിൽക്കേണ്ടത് അക്ബറുഹും സിന്ന, പ്രായത്തിന്റെ വിഷയത്തിൽ ഏറ്റവും വലിയ പ്രായമുള്ള മുതിർന്ന ആളാണ് ഇമാമ് നിൽക്കേണ്ടത് എന്ന് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ പറഞ്ഞിരിക്കുന്നു. അവിടുന്ന് തന്നെ പറഞ്ഞു, ഇന്ന മിൻ ഇജ്ലാലില്ലാഹി തആല, അള്ളാഹുവിനോടുള്ള ആദരവിൽപ്പെട്ടതാണ് ഇക്റാമു ദിശ്ശൈബത്തിൽ മുസ്ലിം, പ്രായമുള്ള ആളുകളെ ആദരിക്കുക എന്നുള്ളത്. എൻ്റെ പ്രിയപ്പെട്ട സഹോദരങ്ങളെ, നമ്മൾ മറ്റു ഖൗമുകളെ പോലെയല്ല.
നമ്മൾ മുസ്ലിമീങ്ങളാണ്. നമ്മുടെ സ്വഭാവവും നമ്മുടെ ജീവിത രീതിയും എങ്ങനെ വേണമെന്നത് മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ നമുക്ക് പഠിപ്പിച്ചിട്ടുണ്ട്. നമ്മൾ എങ്ങനെയായിരിക്കണം, ചെറിയവരോടെങ്ങനെയായിരിക്കണം, വലിയവരോടെങ്ങനെയായിരിക്കണം, രോഗികളോടെങ്ങനെയായിരിക്കണം, അയൽവാസികളോടെങ്ങനെയായിരിക്കണം, സമൂഹത്തിൽ കഷ്ടത അനുഭവിക്കുന്നവരോടെങ്ങനെയായിരിക്കണം, മാതാപിതാക്കളോടെങ്ങനെയായിരിക്കണം നമ്മുടെ സ്വഭാവമെന്ന് അള്ളാഹുവിൻ്റെ ദീൻ കൃത്യമായും നിർദ്ദേശിച്ച് നമുക്ക് പഠിപ്പിച്ചിട്ടുണ്ട്. അതനുസരിക്കാൻ നമുക്ക് ബാധ്യതയുണ്ട്. പ്രായമുള്ള ആളുകളെ ആദരിക്കൽ അള്ളാഹുവിൻ്റെ ദീൻ വളരെ പ്രാധാന്യത്തോടുകൂടെ നമുക്ക് പഠിപ്പിച്ച കാര്യമാണ്. അവരെ നമ്മൾ ആദരിക്കണം, അവരെ നമ്മൾ പരിഗണിക്കണം, അവരുടെ സംസാരങ്ങൾക്ക് കാതോർക്കണം, അവരുടെ ഹൃദയങ്ങൾക്ക് സന്തോഷമുണ്ടാകുന്ന രൂപത്തിൽ അവരുടെ സംസാരങ്ങളെ കേൾക്കാൻ, അത് കേട്ടിരിക്കാനുള്ള മനസ്സ് നമ്മൾ ഉണ്ടാക്കിയെടുക്കണം. എൻ്റെ പ്രിയപ്പെട്ട സഹോദരങ്ങളെ, അള്ളാഹു സുബ്ഹാനഹു വ തആല അള്ളാഹുവിൻ്റെ ദീൻ നമുക്ക് പഠിപ്പിച്ചു തന്ന, പകർന്നു തന്ന ചെറുതും വലുതുമായ എല്ലാ സ്വഭാവ ഗുണങ്ങളും ജീവിതത്തിൽ പകർത്തി ജീവിക്കാൻ നമുക്കെല്ലാവർക്കും തൗഫീഖ് നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ.